ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾ, നിശ്ചയത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം അവിടെ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ നവീൻ പോകാനായിട്ട് റെഡിയായിട്ട് ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ അനന്തമൂർത്തി തന്നെയാണ് വിളിച്ചതെന്നും തനിക്ക് പോകാൻ പറ്റില്ലെന്നും നരസിംഹൻ കൊച്ചുമകനോട് പറയുമ്പോൾ എന്നെയും ആദർശേട്ടൻ വിളിച്ചായിരുന്നു മുത്തശ്ശ എന്ന് പറഞ്ഞു. ആ മോൻ പോയിട്ട് വരാൻ പറഞ്ഞു, ഞാൻ അനന്തമൂർത്തി വിളിച്ചോളാമെന്നും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് നവീൻ പോകാനായിട്ട് റെഡിയായിട്ട് ഇറങ്ങി നിൽക്കാം. എങ്ങനെയെങ്കിലും ഈ കല്യാണം നടക്കണമെന്നുള്ളൊരു പ്രാർത്ഥനയാണ് എനിക്ക് എന്ന് പറയുമ്പം പയ്യനൊട്ടും ഇഷ്ടമല്ലല്ലേ എന്ന് ചോദിച്ചു നരസിംഹൻ അങ്കിള്. അപ്പോൾ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ മുത്തശ്ശ, അവൻ്റെ രണ്ടാം കെട്ടല്ലേ, അങ്ങനെയുള്ളപ്പോഴേ അവന്തികയെ പോലെ ഒരു പെണ്ണിനെ കിട്ടുന്നത് അവൻ്റെ ഭാഗ്യം തന്നെ അല്ലേ എന്ന് ചോദിച്ചു. എന്നിട്ട് ആ ഭാഗ്യം നീ എന്താ വേണ്ടെന്ന് വെച്ചതെന്ന് മുത്തശ്ശൻ ചോദിക്കാം. എനിക്ക് അവളോട് പഠിക്കുന്ന കാലം തൊട്ടേ താല്പര്യമില്ലെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ, അവളെ ഞാൻ ആ കണ്ണോടെ കണ്ടിട്ടുമില്ല. അപ്പം അങ്ങനെ തന്നെയാണല്ലോ അനിയും പറയുന്നത്, അവളെ ഭാര്യയായിട്ട് സങ്കല്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന്. എന്നിട്ട് പിന്നെ വീട്ടുകാർ പ്രഷർ ചെലുത്തി ആ പയ്യനെ അതിലേക്ക് വലിച്ചിടുകയായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അതിലിപ്പോൾ മൂർത്തിക്ക് നല്ല വിഷമം ഉണ്ടെന്നൊക്കെ പറയുമ്പം ഇനിയിപ്പോൾ ആ വിഷമത്തിനൊപ്പം മുത്തശ്ശൻ നിൽക്കാനൊന്നും പോകണ്ട കേട്ടോ. പിന്നെ എന്തായാലും അനിയും അവന്തികയും തമ്മിലുള്ള കല്യാണം അത് ഉടനെ തന്നെ നടക്കണം. അതിൽ നിനക്കെന്തത്ര വാശിയെന്ന് മുത്തശ്ശൻ ചോദിക്കും. അല്ല, അനിയുടെ കല്യാണം കഴിഞ്ഞെങ്കിലേ അനിയും അനാമികയും തമ്മിൽ ഭാര്യ ഭർത്തൃ ബന്ധമൊന്നും നയിച്ചിട്ടില്ലല്ലോ. അങ്ങനെയുള്ള അനിയുടെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു പെൺകുട്ടി എന്നുള്ളൊരു നിലയിൽ അവന്തിക അവൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതാണ് ഏറ്റവും നല്ല കാര്യം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഡിവോഴ്സ് ആവാതെ ഈ നിശ്ചയം നടത്താൻ ശരിക്കും പറഞ്ഞാൽ പാടില്ലാത്തതല്ലേ. അങ്ങനെ നടത്തിയെന്ന് കരുതി വേണു അയാളുടെ മോളും പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ലെന്നേ. അവർക്ക് ഈ നിശ്ചയം നടക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. എങ്കിലേ എന്തെങ്കിലും നഷ്ടപരിഹാരം മൂർത്തി സാറിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു കൊടുക്കാൻ പറ്റുമെന്നും നവീൻ പറയുക. അപ്പോൾ അങ്ങനെ കുറേ ജന്മങ്ങൾ എല്ലാവരും നല്ലവരായ ശരിയാവും എൻ്റെ മുത്തശ്ശ. ഇല്ലല്ലോ, എന്നാൽ പിന്നെ ഞാൻ പോയിട്ട് വരാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നവീൻ അങ്ങനെ പോകാൻ ഇറങ്ങുന്നു. ഈ സമയത്ത് മുത്തശ്ശൻ അവിടെ നോക്കി നിൽക്കുക. പിന്നെ കാണിക്കുന്ന നമ്മുടെ നന്ദുവിനെ ആട്ടോ. നന്ദു സങ്കടപ്പെട്ട് അവിടെ ഇരിക്കുമ്പോഴത്തേക്കും ഗോവിന്ദേട്ടൻ വന്നു. മോളെ, നിനക്കിപ്പം അനിയായിട്ട് ഒരടുപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിൽ വലിയ ആത്മാർത്ഥത ഒന്നും ഇല്ലെന്നാണ് അച്ഛൻ്റെ ഒരു വിശ്വാസം എന്ന് ഈ ഗോവിന്ദേട്ടൻ പറയാം. നിന്നെ അടുത്തറിയാവുന്ന എല്ലാവർക്കും അത് അറിയുകയും ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടണമെന്നുള്ള നിർബന്ധം നമുക്ക് പിടിക്കാൻ പറ്റുമോ മോളെ എന്ന് ചോദിച്ചു. മോളുടെ 2 ചേച്ചിമാരുടെ കാര്യം തന്നെ എടുത്തു നോക്കിക്കേ. അവർ അനന്തപുര തറവാട്ടിലെ മരുമക്കളാകുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നതാണോ? അങ്ങനെ മരുമക്കളായതുകൊണ്ട് 2 ആൾക്കും ഒരുപോലെ പ്രയോജനം കിട്ടിയോ എന്ന് ചോദിച്ചാൽ ആ പ്രയോജനം കിട്ടിയോ? ഇല്ലല്ലോ. നവ്യയ്ക്ക് അബിയെപ്പോലൊരു പയ്യനെ കിട്ടിയതിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നവരാണ് നമ്മളെല്ലാവരും. എന്നാൽ നയനയുടെ കാര്യമോ? ആദർശനെ പോലെ നല്ലൊരു പയ്യനെ ഇന്നത്തെ കാലത്ത് കണ്ടെത്താൻ പോലും പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടപ്പം ഇതൊക്കെ ഇപ്പോൾ അച്ഛൻ എന്തിനാ എന്നോട് പറയുന്നതെന്ന് ചോദിച്ചു നന്ദു. അതാണ് ജീവിതത്തിൻ്റെ പോക്കെന്ന് അച്ഛൻ പറയുമായിരുന്നു മോളെ. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടിയെന്ന് വരും, മറ്റു ചിലപ്പോൾ ഒന്നും കിട്ടിയില്ലെന്നും വരും. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവരാണ് നല്ല മനുഷ്യർ. അവർക്ക് മനസമാധാനം കിട്ടത്തുള്ളൂ എന്നൊക്കെ ഗോവിന്ദേട്ടൻ പറയുമ്പം എനിക്കിപ്പോൾ മനസമാധാനത്തിന് കുറവൊന്നുമില്ലല്ലോ അച്ഛാ, പിന്നെന്താന്ന് ചോദിച്ചു. പക്ഷെ ഇന്നലെ മുതൽ എനിക്കും അമ്മയ്ക്കും അങ്ങനെ തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഗോവിന്ദേട്ടൻ നമുക്ക് ഇറങ്ങാം അല്ലേ എന്ന് പറഞ്ഞ് കനക വന്നു. പിന്നെ മോളെ, എല്ലാം ഉണ്ടാക്കി ടേബിളിൽ വെച്ചിട്ടുണ്ട്, സമയത്തിന് കഴിച്ചിട്ട് വേണം പോകാൻ കേട്ടോ എന്ന് പറഞ്ഞു. അതോ നീ ഇന്നിനി പോണില്ലേ? പിന്നെ പോകണ്ടേ അമ്മയെന്ന് നന്ദി ചോദിച്ചു. അല്ല, നിന്റെ മട്ടും ഭാവം കണ്ടിട്ടെന്ന് ഇനി പോകുന്നു തോന്നുന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അപ്പം ഞാനങ്ങനെ അനാവശ്യമായിട്ട് ലീവൊന്നും എടുക്കുന്ന ആളല്ലല്ലോ അമ്മയെന്ന് പറഞ്ഞപ്പം അല്ല, ഞാൻ പറഞ്ഞല്ലോ അനിയുടെ നിശ്ചയം ഇങ്ങനെ അങ്ങ് പോട്ടെ മോളെ, അതാ നല്ലത്. കല്യാണത്തിന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് തലേദിവസം തന്നെ പോകാം എന്ന് കനക നന്ദുവിനോട് പറയണം. കല്യാണത്തിനും എനിക്ക് വരണമെന്നൊന്നുമില്ല, ഞാൻ വന്നില്ലെങ്കിലും കല്യാണം ഭംഗിയായിട്ട് നടന്നു പൊക്കോളുമെന്ന് നന്ദു. ഇന്ന് നിശ്ചയം നടന്നു കഴിഞ്ഞാൽ അവിടെ ചിലരുടെയൊക്കെ പരാതി അവസാനിക്കുമല്ലോ മോളെ. പിന്നെന്താ, ഇന്ന് പിന്നെ നിന്നെ ആരും കുറ്റം പറയാൻ വരില്ല. നിനക്ക് എപ്പോൾ വേണമെങ്കിലും ആ വീട്ടിലേക്ക് പോവുകയൊക്കെ ചെയ്യാവല്ലോ. അതൊക്കെ പോട്ടെ. എങ്ങനെയുണ്ട് എൻ്റെ സാരി? കൊള്ളാവോ? ഇന്നലെ ഞാൻ നിന്നോട് ചോദിച്ചിരുന്നില്ലേ, ഇപ്പോൾ ഉടുത്തപ്പോഴേ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അത് അമ്മ എന്നെ നേരത്തെ കൂടി തന്നെ കാണിച്ചിട്ടുള്ളതല്ലേ എന്ന് ചോദിച്ച നേരം നന്ദുവെ. എന്തായാലും സാരി അമ്മയ്ക്ക് നന്നായിട്ട് ചേരുന്നുണ്ടെന്നും പറഞ്ഞു. ഇത് മോളെടുത്ത് തന്ന ഷർട്ടും മുണ്ടും തന്നെയാ, അച്ഛന് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ യാത്ര പറഞ്ഞ് അവർ 2 പേരും പോവുക. നിനക്ക് നല്ലൊരു പയ്യൻ വരും, എൻ്റെ മോള് സങ്കടപ്പെടരുത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ മകളെ ആശ്വസിപ്പിച്ചിട്ട് അവർ 2 പേരും കൂടെ അങ്ങ് പോവുക. അപ്പോൾ അങ്ങനെ അവർ പോയി. ഈ സമയത്ത് നമ്മുടെ നന്ദു ഭയങ്കര സങ്കടത്തിൽ നിൽക്കുക കേട്ടോ. അപ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞ് ഗോവിന്ദൻ എന്തിനാ ഇപ്പോൾ അവളോട് അങ്ങനെയൊക്കെ പറയാൻ പോയേ? ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ മാറിക്കോളൂ, ബാ
നമുക്കിറങ്ങാം വാ എന്ന് പറഞ്ഞ് അങ്ങനെ അവർ രണ്ടുപേരുടെ പോകുന്നു. നന്ദു വാതിലടച്ചിട്ട് അവിടെ നിന്ന് ചങ്ക് പൊട്ടി കരയുക. നന്ദുവിന് സഹിക്കാൻ പറ്റാത്ത വേദനയോടുകൂടി. ഈ സമയം പിന്നെ കാണിക്കുന്ന അനന്തപുരിയിൽ മുത്തശ്ശിയൊക്കെ കിടന്ന് സംസാരിക്കുക കേട്ടോ. എനിക്കിത് താല്പര്യമില്ല എന്നുള്ള കാര്യവും പറഞ്ഞു. ശരിയാണ്, പക്ഷേ ഇനി ഈ ബന്ധം വേണ്ടെന്ന് വെച്ചാൽ അതിനേക്കാളും സങ്കടമായിരിക്കും അവന്തിക മോൾക്കെന്ന് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ പറയുന്നു. എന്നും മാത്രമല്ല, ഗോവിന്ദനും കനകയും തറപ്പിച്ചു പറഞ്ഞതാ നന്ദുവിനെ ഈ വീട്ടിലേക്ക് വിടാൻ താല്പര്യമില്ല എന്നുള്ളത്. അപ്പം പിന്നെ അവൻ ആഗ്രഹിക്കുന്നത് പോലെ ആ ബന്ധം നടക്കില്ല എന്ന് മുത്തശ്ശനോട് പറയുന്നു. എന്നു മാത്രമല്ല, ജാനകിയൊക്കെ നന്ദുവിനെ വെറുക്കുന്ന കൂട്ടത്തിലാണെന്നും എന്തിനാ വീണ്ടും അടിയും വഴക്കും ഒക്കെ ആയിട്ടൊരു കല്യാണം, അതിൻ്റെ ആവശ്യം നമുക്കുണ്ടോ? ഇതാകുമ്പോൾ ആർക്കും പ്രത്യേകിച്ച് എതിർപ്പൊന്നുമില്ല. പിന്നെ അന്യ വീട്ടിലെ പെൺകുട്ടിയൊന്നും അല്ലല്ലോ അവന്തിക മോള്. അതുകൊണ്ട് ഇനി അവൾ എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിക്കേണ്ട കാര്യവും നമുക്കില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായം അത് തന്നെയാണ് എന്നും പറഞ്ഞ് ഇവരിങ്ങനെ അവിടെ ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്കും വീട്ടുമുറ്റത്തേക്ക് ഒരു വണ്ടി വരുന്നു. ആ വണ്ടിയിൽ നിന്ന് കനകയും ഗോവിന്ദനും ഇറങ്ങി വരികയാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി വന്നപ്പോൾ ഇവർ രണ്ടാളും നേരത്തെ എത്തിയോ? അപ്പോൾ നന്ദുമോൾ എവിടെയെന്ന് ചോദിച്ചോ. മോൾക്ക് ഡ്യൂട്ടി ഉണ്ട് എന്നിങ്ങനെ ഗോവിന്ദേട്ടൻ പറഞ്ഞു. അപ്പോൾ മുത്തശ്ശി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. മോളിവിടെ വരുന്നതിൽ പലർക്കും താല്പര്യമില്ല, അതുകൊണ്ട് മനഃപൂർവ്വം കൊണ്ടുവരാതിരുന്നാണല്ലേ എന്ന് മുത്തശ്ശൻ ഇവരോട് ചോദിക്കും കേട്ടോ. അന്നേരം മൂർത്തി സാറേ, ഇനിയിപ്പോൾ ഞങ്ങളത് മറച്ചു വെക്കുന്നില്ല എന്ന് കനക അന്നേരം പറഞ്ഞു. അനിയും അവന്തികയും ഒന്നിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നടക്കുന്ന ഏത് ചടങ്ങിനും നന്ദുവിനെയും കൂട്ടിക്കൊണ്ട് വരാൻ ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന കാര്യം പറയാം. അപ്പം അതിനു മുൻപേ അത് ശരിയാവത്തില്ലാന്നും. അപ്പോൾ ഈ നിശ്ചയം അങ്ങ് കഴിഞ്ഞു പോയാൽ പിന്നെ കുഴപ്പമില്ലല്ലോ സാറേ. അപ്പം ഞാൻ വസുന്ധരയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഈ ബന്ധത്തിൽ യാതൊരു താല്പര്യവും ഇല്ല എന്നുള്ള കാര്യവും പറഞ്ഞു. അപ്പോൾ പിന്നെ അവന്തിക മോൾക്ക് അവനെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അത് നടക്കണം അമ്മേ, അത് നടന്നേ തീരുള്ളൂ എന്ന് കനക പറഞ്ഞു. അന്ന് അവസാനമായിട്ട് ഞങ്ങളിവിടെ വന്നപ്പോഴും ഞാൻ അവന്തിക മോളോട് പറഞ്ഞതാ, ഇനി നന്ദു ഒരു കാരണവശാലും ഒന്നിനും ഒരു തടസ്സമാവില്ല, മോള് പേടിക്കണ്ടെന്ന്. അപ്പോൾ അല്ലെങ്കിൽ തന്നെ 3 പെൺമക്കൾ ഒരുമിച്ച് ഒരു വീട്ടിൽ കഴിയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ നേരത്തേക്കും ഗോവിന്ദേട്ടൻ പറഞ്ഞു. നമ്മുടെ ഈ നാട്ടിൽ അങ്ങനെ കഴിയുന്ന ഒരു വീട് പോലും ഉണ്ടാവില്ല എന്നും. അപ്പോൾ നിങ്ങളുടെ എതിർപ്പും ജാനകിയുടെ എതിർപ്പും കൊണ്ടാണ് ഞങ്ങൾ പിന്നെ അതിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞത്. പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും അച്ഛനമ്മമാരെ വിഷമിപ്പിച്ച ഒരു കല്യാണം നടത്താൻ ഞങ്ങൾക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണെന്ന് മുത്തശ്ശൻ. അതൊക്കെ പോട്ടെ, നന്ദുവിന് പിന്നെ നല്ല ആലോചനകൾ വല്ലതും വന്നായിരുന്നോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ വരുന്നുണ്ടമ്മേ, ആലോചനകളൊക്കെ വരുന്നുണ്ട്, പക്ഷെ അവളാണെങ്കിൽ പിടി തരുന്നില്ല എന്ന് കനക പറയാം. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് തന്നെ അടുത്ത താരം അങ്ങോട്ടേക്ക് എത്തി. വേറെ ആരുമല്ല, നവീൻ. അപ്പോൾ നവീൻ വന്നു കഴിഞ്ഞപ്പം കല്യാണം കഴിക്കാതെ വേറൊരാൾ എത്തിയിട്ടുണ്ടല്ലോ എന്ന് മുത്തശ്ശി നേരം പറഞ്ഞു. അപ്പം നവീൻ അകത്തേക്ക് കയറി വന്നു. തന്നെ പറ്റി തൻ്റെ മുത്തശ്ശൻ ഇപ്പോഴും പരാതിയാണല്ലോടോ, താൻ ഒരു വിവാഹത്തിന് സമ്മതിക്കുന്നില്ലെന്നാണ് നരസിംഹം പറഞ്ഞത്. പിന്നെ നമ്മുടെ നവീൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. അങ്ങനെ വരുന്നതല്ല ഒരു വക കണക്കാണ്. പിന്നെ ഞാൻ എങ്ങനെ സമ്മതിക്കാനാ എന്നൊക്കെ ഇങ്ങനെ നവീൻ അന്നേരം അവിടെ ഇരുന്ന് പറയാണ്. ഇവിടെയും ചിലരൊക്കെ നവീന് വേണ്ടി പെണ്ണ് നോക്കുന്നുണ്ട് കേട്ടോ. എനിക്കുള്ള പെണ്ണിനെ ഏതാണ്ട് ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് നവീൻ പറഞ്ഞു. ഇനിയിപ്പോൾ അമ്മ സമ്മതിച്ചാൽ പിന്നെ തടസ്സങ്ങളൊന്നും ഇല്ല എന്നും നവീൻ. അപ്പോഴും ഇവരിങ്ങനെ ചിരിച്ചണ്ടിങ്ങനെ നിൽക്കട്ടോ. അല്ല അനി എന്തിയേ? അവനെ അവൻ്റെ ഏട്ടന്മാർ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പം എന്നാൽ ഞാനും കൂടെ കൂടാം എന്നും പറഞ്ഞ് നവീനകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ ഓരോ വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങളാണ്. അമ്മ ഒരു തട്ടിലും മകൻ വേറൊരു തട്ടിലും അവിടെ നിൽക്കുന്നത്. പിന്നെ എങ്ങനെയാണ് കല്യാണം നടക്കുന്നതെന്നൊക്കെ ഇങ്ങനെ അന്നേരം അവരവിടെ നിന്ന് ഇങ്ങനെ പറയണം. ഇനിയിപ്പോൾ മോൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കൂട്ടിക്കൊണ്ടു വന്നാൽ ഇഷ്ടമില്ലാത്ത മരുമകളെ കൂട്ടിക്കൊണ്ടു വന്നതിൻ്റെ പിണക്കം അമ്മായിമ്മയ്ക്ക് എന്തായാലും ഉണ്ടാകുമെന്നും ഒരു ബന്ധമൊക്കെ നടന്നു കഴിഞ്ഞാൽ പൊരുത്തപ്പെട്ടു പോകണം, അല്ലെങ്കിൽ വീടല്ലാണ്ടാകുമെന്ന് മുത്തശ്ശൻ പറയാണ്. അങ്ങനെ ഇവരതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഈ സമയത്ത് നമ്മുടെ അനിയെ ഒരുക്കി സ്പ്രേ ഒക്കെ അടിച്ച് ഇങ്ങനെ എല്ലാവരും നിൽക്കുക, വാച്ചൊക്കെ കിട്ടുന്നു. ആ സമയത്ത് ആദർശാണ് അനിയെ ഒരുക്കുന്നത്. എനിക്കാണയോട് വലിയ താല്പര്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ കണ്ണാടിയിൽ നോക്കാൻ പറയുമ്പം അനി കണ്ണാടിയിൽ നോക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. അപ്പോഴത്തേക്ക് അബി വന്ന് നിൽക്കുക, ഇങ്ങനെ നോക്കി. എടാ നീ ഇനിയെങ്കിലും ഒന്ന് ചിരിക്കടാ എന്ന് അബി പറയാ കേട്ടോ. ഒന്നുമില്ലെങ്കിലും നിന്റെ ജീവിതത്തിലെ നല്ലൊരു ദിവസമല്ലേടാ ഇന്ന്. അപ്പോൾ അബി പറയുന്നത് കേട്ടപ്പം അത് നിന്റെ പെങ്ങക്കാന്ന് പറഞ്ഞു. എനിക്ക് നല്ല ദിവസമൊന്നും അല്ല ഇതെന്ന് അനി പറയാണ്. ഇത് 2ാമത്തെ തവണയാണ് ഇഷ്ടമല്ലാത്ത പെണ്ണിനെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നതെന്ന് അനി പറയുമ്പം എടാ ഈ സമയത്ത് നീ ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞ ആദർശ. നിശ്ചയം നടക്കുന്ന സമയത്തെങ്കിലും നീ ദേഷ്യമൊക്കെ കളഞ്ഞ് സമാധാനമായിട്ട് സന്തോഷമായിട്ട് നിൽക്കണം, അല്ലെങ്കിൽ മുത്തശ്ശിക്ക് അത് വിഷമമാകുമെന്ന് ആദർശ അനിയോട് പറയുവാണ്. എടാ എൻ്റെ പെങ്ങള് അത്രയ്ക്ക് കുഴപ്പക്കാരിയൊന്നും അല്ല എന്ന് മാത്രമല്ല അവൾ MBA കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നതെന്നൊക്കെ അബി പറഞ്ഞപ്പം എനിക്ക് MBA കഴിഞ്ഞ ഒരു പെണ്ണിനെ അല്ല ആവശ്യമെന്ന് അനി പറയാം. എൻ്റെ രീതികളുമായി ഒത്തുപോകുന്ന ഒരു പാർട്ട്ണറെയാണ് എനിക്ക് വേണ്ടതെന്ന് അനി പറയുമ്പോൾ എടാ അവന്തിക ഒരു പാവമല്ലേ എന്ന് ചോദിച്ചു ആദർശം. എനിക്കങ്ങനെ തോന്നുന്നില്ല ഏട്ടാ.
എനിക്കങ്ങനെ തോന്നിയിട്ടുമില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ അവളോട് 1000 തവണ പറഞ്ഞതാ എനിക്ക് ഈ കല്യാണം വേണ്ട വേണ്ട എന്ന്. എന്നാൽ അവളിതിൽ നിന്ന് പിന്മാറിയില്ലെന്ന് മാത്രമല്ല, മറ്റുള്ളവരെ സമ്മർദ്ദം ചെലുത്തി ഈ കല്യാണം നടത്താൻ വേണ്ടി പിറകെ നടക്കുമായിരുന്നു. അപ്പോൾ എടാ, അവൾക്ക് ഈ വീട് വിട്ടു പോകാൻ ഒരു താല്പര്യമില്ല, അതുകൊണ്ടാണ് അവളിങ്ങനെ ചെയ്തതെന്ന് ആദർശ് അന്നേരം പറയണം. ഞങ്ങളുടെ നോട്ടത്തിൽ നീയും അവളും നല്ല ചേർച്ചയാനി എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ദേ വരുന്നു നമ്മുടെ നവി 100% എന്നും പറഞ്ഞോണ്ടേ. ആ സമയത്ത് അന്താളിച്ചിങ്ങനെ നിൽക്കുക നമ്മുടെ അനി. ഇവൻ കെട്ടിയെടുത്തോ എന്നുള്ളൊരു രീതിയിൽ. ആ സമയത്ത് അബി എന്നും പറഞ്ഞ് നിൽക്കുക. പിന്തുണയ്ക്ക് ഒരുത്തനും കൂടെ എത്തിയോ നനി അന്നേരം ചോദിക്കുകയാണ്. എടാ, ആദർശേട്ടൻ പറഞ്ഞു 100% സത്യം. അനാമികയും അവളുടെ വീട്ടുകാരും അവരുടെ ചെയ്ത കാര്യങ്ങളൊക്കെ ആരും ഇതുവരെ മറന്നിട്ടില്ല. അതുകൊണ്ട് പുറത്തുനിന്ന് ബന്ധം എടുക്കുന്നതിനേക്കാളും നല്ലത് കുടുംബത്തിനകത്തുള്ള പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കുന്നതല്ലേ എന്ന് നവീനും ചോദിക്കുവാണേ. അതൊക്കെ കേട്ടപ്പോൾ അബിക്ക് ഭയങ്കര സന്തോഷം. എന്തായാലും നിന്നെ വിഷമിപ്പിക്കാനായിട്ട് ഈ വീട്ടിലുള്ളവർ അവന്തിക്ക് നീ കല്യാണം കഴിക്കണമെന്ന് പറയത്തില്ല എന്ന് നവി. അല്ല, നരസിംഹ സാർ വന്നില്ലേ എന്ന് ആദർശ് ചോദിക്കപ്പോൾ ചെറിയ ചടങ്ങല്ലേ, അതുകൊണ്ട് ഞാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശൻ മൂർത്തി സാറിനെ വിളിച്ചോളാം എന്ന് പറഞ്ഞു. ഇങ്ങനെ നടന്നാൽ മതിയോ? നവീനും ഒരു പെണ്ണൊക്കെ വേണ്ടേന്ന് ചോദിക്കുമ്പം എനിക്കുള്ള പെണ്ണിനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ടെന്ന് നവീൻ പറയപ്പോഴത്തേക്ക് അനിയുടെ ചങ്കം ഇടിച്ചു. എനിക്ക് ഭയങ്കര ദേഷ്യം വരികയാണ് നവീനോടെ. പിന്നെ സമയവും കാലവും നോക്കി അവളെയും അവളുടെ വീട്ടുകാരെയും വിവരം അറിയിക്കണമെന്ന കാര്യം നവീൻ പറയാം. അതിനു മുമ്പ് ഞങ്ങളോടൊന്ന് പറഞ്ഞുകൂടെ എന്ന് അത് ചോദിച്ചപ്പോൾ അതൊക്കെ പറയാം, അതിനു മുൻപ് അമ്മയുടെ സ്വഭാവം ഒന്ന് മാറണമെന്ന് നവീൻ പറയുവാണ്. പിന്നെ അത്യാവശ്യം തൻ്റെ ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ് ഞാൻ കണ്ടുവച്ചിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അനിയുടെ നെഞ്ച് പിളരുന്ന വേദനകൾ കേട്ട് നിൽക്കുക. അങ്ങനെയാണെങ്കിലേ പെട്ടെന്ന് എൻ്റെ കല്യാണം നടക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ ഈ തിരക്കിനിടയിൽ ഒരിക്കലും പത്മാൻ്റിയെ കണ്ടായിരുന്നു. അന്ന് നിന്റെ വിവാഹകാര്യം ചോദിക്കുകയും ചെയ്തിരുന്നു. നവീൻ്റെ മനസ്സിലുള്ള പെണ്ണ് അവൻ്റെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ, ആ ബന്ധം നടക്കില്ലെന്നാണ് നിന്റെ അമ്മ പറഞ്ഞത് എന്നിങ്ങനെ ആദർശ് പറയുമ്പം അപ്പം പിന്നെ അമ്മയ്ക്ക് ഈ ജന്മം ഒരു മരുമകളെ കിട്ടാനും പോണില്ല, അത്രേ ഉള്ളൂ എന്ന് നവീൻ പറയാം. അങ്ങനെ ഇവരതിനെപ്പറ്റി സംസാരിക്കുന്നു. ആദർശന്മാർക്ക് ഞാൻ ഒരുക്കാന്ന് പറഞ്ഞു നവീൻ. വലിയ ഒരുക്കമൊന്നും വേണ്ട, എത്ര ഒരുങ്ങിയാലും എൻ്റെ മുഖത്ത് വലിയ വെളിച്ചമൊന്നും ഉണ്ടാകില്ല എന്ന് അന്നേരം അനി പറഞ്ഞു. കല്യാണം കഴിയുമ്പോൾ വെളിച്ചമൊക്കെ താനെ വന്നോളൂടാ എന്നും പറഞ്ഞ് അനിയോട് നവീൻ്റെ വകയൊരു ഡയലോഗും കൂടി. ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമാണ് വരുന്നത്. എനിക്ക് അലിയേറി ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് അവിടെ ഭയങ്കര ഒരുക്കമാണ് വന്തികയെ. അത് ജലജയും നയനയും അതുപോലെ ദേവയാനിയും കൂടി ചേർന്നാണ് ഒരുക്കണത്. അയ്യോ, എന്താ ചിരിന്ന് ചോദിച്ചാൽ ഒന്നും പറയണ്ട, ഭയങ്കര ചിരിയാണ് അവിടെ ഇരുന്ന വന്തിക. ജലജയ്ക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ ഒരുക്കി സെറ്റ് ചെയ്യുക. അപ്പം നയന ഇവിടെ ഉണ്ടെങ്കിൽ കല്യാണത്തിൻ്റെ അന്നും ബ്യൂട്ടീഷ്യനെ വിളിക്കേണ്ട കാര്യമില്ല മോളെ എന്ന് ജലജ പറയണു. അത് കേട്ടപ്പോൾ കല്യാണം ചിങ്ങത്തി നടത്താമെന്നല്ലേ പറഞ്ഞതെന്ന് ദേവയാനി ചോദിക്കാം. അപ്പോഴേക്കും മോൾ 7-ാം മാസം കഴിഞ്ഞ് മോളുടെ വീട്ടിലേക്ക് പോയിരിക്കും. എന്നാലും കല്യാണത്തിൻ്റെ തലേ ദിവസം വരത്തില്ലേ ഏട്ടത്തി എന്ന് ചോദിച്ചപ്പം 7-ാം മാസം എന്നെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയാലും അമ്മ മിക്കവാറും തിരികെ വിളിച്ചുകൊണ്ട് വരുമെന്ന് നയന അന്നേരം പറയുക. അതുകൊണ്ട് പിന്നെ അങ്ങനൊരു ചോദ്യത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നൊക്കെ നയന പറയണം. അനി ഇപ്പോഴും ഇടഞ്ഞു നിൽക്കുകയാണെന്ന് ദേവയാനി അന്നേരം പറയുന്നു. നയനയ്ക്ക് അന്നേരം ഭയങ്കര ഒരിത്. ഇതവൻ്റെ 2ാം വിവാഹമാണെന്നും 2 കല്യാണത്തിനും അവനെതിരായിരുന്നു എന്നും ദേവയാനി പറയുക കേട്ടോ. പിന്നെ അച്ഛനും നമ്മളെല്ലാവരും നിർബന്ധിക്കുന്നത് കൊണ്ടാണ് അവനിതെല്ലാം നിന്ന് തരുന്നത്. അപ്പം നമ്മുടെ കൺമുന്നിൽ നിന്ന് നമ്മുടെ കുട്ടികൾ അകന്നു പോകത്തില്ലല്ലോ ഏട്ടത്തി, അതൊരു നല്ല കാര്യമല്ലേ എന്ന് ജലജ. നിൻ്റെ മോൻ്റെ സ്വഭാവം എനിക്കിഷ്ടമല്ല, അതുകൊണ്ടാണ് അവൻ ഈ ബന്ധത്തെ ഇങ്ങനെ എതിർത്തുകൊണ്ടിരിക്കുന്നതെന്ന് ദേവയാനി ജലജയോട് പറയുമ്പം അവൻ ഞങ്ങളെ അല്ലല്ലോ കല്യാണം കഴിക്കുന്നത്, എൻ്റെ മോളെയല്ലേ ഇന്ന് ജലജ. ഇപ്പോഴും നന്ദുവായിട്ട് അനിയേട്ടന് അടുപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നതെന്നിങ്ങനെ അവന്തിക പറയുമ്പം അങ്ങനെയൊന്നും ഇല്ല മോളെ, അത് നടക്കാത്ത ബന്ധമാണെന്ന് നന്ദുവിന് നന്നായിട്ട് അറിയാവുന്ന കാര്യം നയന പറയണം. ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് അവൾ ഒന്നുകൂടി ആ വിവരം എടുത്തങ്ങോട്ട് ഇട്ടതേ. ഇനി എൻ്റെ മോളൊന്ന് എഴുന്നേറ്റ് നോക്കട്ടെ എന്നും പറഞ്ഞ് ദേവയാനി മോളെ എഴുന്നേൽപ്പിച്ച് നിർത്തി. സുന്ദരിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇത്. നിലത്തൊന്നും അല്ല, തുള്ളിച്ചാടി ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ അവന്തിക മോള്. അത് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്നൊരു സെൽഫിയും എടുത്തു. അതേസമയം നമ്മുടെ നവ്യ അവിടെ ആകെ ടെൻഷൻ അടിച്ച് പരതി നടക്കുക, എന്നാ ചെയ്യും എന്നോർത്ത്. അപ്പോഴത്തേക്കും കനക നവ്യയുടെ അടുത്തേക്ക് വരും കേട്ടോ. അപ്പോൾ കനക വന്നപ്പോൾ നവ്യ ഇങ്ങനെ അവിടെ മാറി ആലോചിച്ച് നിൽക്കുന്നു. വന്ന് എടീ എന്നും പറഞ്ഞൊരു തള്ളങ്ങ് തള്ളി. എന്താടി നീ ഒന്നിനും പങ്കെടുക്കാതെ മാറി നിൽക്കുന്നേ? നിന്റെ നാത്തൂൻ്റെ നിശ്ചയമല്ലേടി ഇവിടെ നടക്കുന്നതെന്ന് ചോദിക്കുമ്പം അതൊക്കെ നടത്തേണ്ടവർ നടത്തിക്കോളും, ഞാൻ വന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല എന്ന് നവ്യ അന്നേരം പറഞ്ഞു. എടീ, നീ ഈ വീട്ടിലെ ഒരു അംഗമല്ലേടി? അങ്ങനെ ഒരു തോന്നൽ ഇവിടെ പലർക്കും ഇല്ല, അമ്മയുടെ പ്രിയപ്പെട്ട മോൾക്ക് പോലും എന്ന് നവ്യ പറയുമ്പം എടീ, നീ ഈ വീട്ടിലുള്ള നല്ലവരായ ആൾക്കാരെയെല്ലാം തള്ളിക്കളഞ്ഞിട്ട് ഇപ്പം നിന്റെ ഇഷ്ടത്തിനാണ് നീ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്.
അല്ല അതുകൊണ്ട് നിനക്ക് ഒരു പ്രയോജനം ഉണ്ടാകാനും പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ നിന്റെ ജീവിതം എവിടെ പോയി നിൽക്കുമെന്ന് ഒരെത്തും പിടിയില്ല എന്നൊക്കെ കനക ഇങ്ങനെ പറയുന്നത് കേട്ടപ്പം അതെന്തെങ്കിലും ആയിക്കോട്ടെ, എന്നാലും എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. മോഡലിംഗ് ചെയ്യുന്നത് കൊണ്ട് നല്ല പൈസയും കയ്യിലുണ്ടെന്ന് നവ്യ. AN ജ്വല്ലറിയിൽ നിന്നല്ലത് ഒരുപാട് ഓഫേഴ്സൊക്കെ എനിക്ക് വരുന്നുമുണ്ട്. പിന്നെ അവരെ പിണക്കണ്ടാന്ന് കരുതി ഞാൻ പോകാതിരിക്കുന്നതാണെന്ന് പറഞ്ഞപ്പം എടി മറ്റെവിടെയെങ്കിലും നീ പൊയ്ക്കോ, എന്നിട്ട് AN ജ്വല്ലറിക്കാരെ നീ ഒഴിവാക്കാൻ നോക്കുക. എനിക്ക് മനസ്സില്ല എന്ന് നവ്യ അന്നേരം പറഞ്ഞു. എനിക്ക് ഒരു ഗതിയും ഇല്ലാതിരുന്ന സമയത്ത് എന്നെ സഹായിച്ചവരാ അവർ. ഒരിക്കലും ഞാൻ അവരെ ഒഴിവാക്കത്തില്ല എന്ന് നവ്യ പറഞ്ഞപ്പോൾ വേണ്ടടി നീയേ എന്നിട്ട് നീ കള്ളം പറയുന്ന ഒരുത്തനെ വിശ്വസിച്ച് ജീവിച്ചോ, അതാ നല്ലത്. അവനാണ് മറ്റാരെക്കാളും നല്ലവൻ, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നതെന്ന് നവ്യ. ആ തോന്നലൊക്കെ നിനക്ക് മാറുവടി, അധികം താമസിയാതെ മാറിക്കൊള്ളും. നീ തന്നെ ഒരു ദിവസം അവനെ തള്ളി പറയുകയും ചെയ്യും. അമ്മയ്ക്കിപ്പോൾ ശരിക്കും എന്താ വേണ്ടേ? മറ്റുള്ളവരെ ബോധിപ്പിക്കാനെങ്കിലും നീ ഒന്ന് അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിങ്ങനെ പറയുമ്പോൾ നിനക്കല്ലെങ്കിലും ജലജയും മോനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ, പിന്നെന്താ നിനക്ക് അവിടെ വന്ന് കുറച്ചു നേരം നിന്നാൽ ചടങ്ങ് നടക്കണ സമയത്ത് വന്നാൽ പോരേന്ന് ചോദിച്ചു. എനിക്ക് ഈ കല്യാണത്തിനോട് യാതൊരു താല്പര്യവും ഇല്ല. അവൻ എല്ലാവരോടും പറഞ്ഞത് അവൻ അവന്തികയെ വേണ്ട എന്ന്. എടി അതൊക്കെ അവരുടെ കാര്യം, അതിനൊക്കെ നീ എന്തിനാ അഭിപ്രായം പറയാൻ പോകുന്നേ? അതിൻ്റെ ആവശ്യം എന്താ? അപ്പോൾ എനിക്കെന്തോ ഓരോന്ന് ആലോചിച്ചിട്ടേ വല്ലാത്ത വീർപ്പുമുട്ടലാണെന്ന് നവ്യ. ദയവ് ചെയ്തതിനെ ഉപദേശിക്കാനും ശാസിക്കാനും അമ്മ വരരുത്. എല്ലാവരുടെ മനസ്സും എല്ലാവരും എന്താ ചിന്തിക്കുന്നതെന്നൊക്കെ എനിക്ക് അറിയാമെന്ന് പറയുമ്പം നിനക്കൊന്നും അറിയില്ല, അതാ ശരിക്കും സത്യം. ആര് പറഞ്ഞു അറിയില്ല എന്ന്? എന്നെ പോലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന പെൺകുട്ടികൾ കുറവാ അമ്മയെന്ന് നവ്യ അന്നേരം പറയാട്ടോ. എന്നെ തകർക്കാൻ ശ്രമിക്കുന്നത് ആരായിരുന്നാലും അവർക്ക് ഒരിക്കലും ഞാൻ മാപ്പ് കൊടുക്കില്ല എന്നും നവ്യ ഇങ്ങനെ കവനകയോട് പറയുമ്പം അങ്ങനെ ചിന്തിച്ചിട്ട് നീ ഇപ്പം ആരെയാ തകർക്കാൻ നോക്കുന്നേ? ആദർശിനെയും നയനയല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ആരെ തകർക്കാൻ നോക്കിയാലും അവരതിന് അർഹർ തന്നെയാണെന്ന് നവ്യ അന്നേരം പറഞ്ഞു. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യുമെന്ന്, പക്ഷേ വേറൊരാളോട് അത് പറയാൻ എനിക്ക് താല്പര്യവും ഇല്ല എന്നും പറഞ്ഞ് നവ്യ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നു. കനകയോട് പറയാനുള്ള പറഞ്ഞിട്ട് നവ്യക്കാണ് ആകെ വിഷമം കേട്ടോ. അമ്മയോടൊന്നും പറയാനും പറ്റില്ല, ഉള്ളു കിടന്ന് പെടഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ അമ്മയും മോളും കൂടി ഈ കാര്യമെല്ലാം സംസാരിച്ചിട്ട് അവിടെ അങ്ങനെ നിൽക്കുന്നു. ആ ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥയും അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.